നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. തങ്ങളുടെ ഉന്നത കമാൻഡർ ലെബനനിൽ വധിക്കപ്പെട്ടുവെന്ന് ഹമാസ്. പലസ്തീൻ പോപ്പുലർ ഫ്രണ്ടിന്റെ 3 ഉന്നത നേതാക്കൾ ലെബനനിൽ വധിക്കപ്പെട്ടുവെന്ന് അവരും വ്യക്തമാക്കി. കൂട്ടക്കുരുതിയാണ് ഇപ്പോൾ ലെബനനിൽ ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. തീവ്രവാദ സംഘടനകളുടെ തലവന്മാരെ കൂട്ടക്കുരുതി നടത്തി കൃത്യമായ സന്ദേശമാണ് ലോകത്തിന് ഇസ്രായേൽ നൽകുന്നത്. തെക്കൻ ലെബനൻ മാത്രമല്ല തങ്ങളുടെ ആക്രമണ മേഖലയായി ഇസ്രായേൽ ഇപ്പോൾ തെരഞ്ഞെടുത്തിരിക്കുന്നത്. യമനിലെ ഹൂതികൾക്ക് നേരെയും സമാനതകളില്ലാത്ത ആക്രമണം. ഇതിനിടയിൽ ഒരു അടിയന്തര വെടിനിർത്തലിന് ഇസ്രായേലിനോട് ആവശ്യപ്പെട്ട രാജ്യങ്ങൾക്കുള്ള മറുപടി ഇസ്രായേൽ വിദേശകാര്യമന്ത്രി നൽകി. ഇസ്രായേൽ മുന്നോട്ട് വയ്ക്കുന്ന നിർദ്ദേശങ്ങൾ പൂർണ്ണമായി പാലിക്കാൻ ഉറപ്പുണ്ട് എങ്കിൽ മാത്രമേ ഒരു വെടിനിർത്തലിന് തങ്ങൾ തയ്യാറുള്ളൂ. ഹമാസ് ആയുധം വെച്ച് കീഴടങ്ങി തങ്ങളുടെ ബന്ദികളെ വിട്ടു നൽകണം. ഹിസ്ബുള്ളയുടെ പ്രവർത്തനങ്ങൾ തെക്കൻ ലെബനനിൽ പൂർണ്ണമായി അവസാനിപ്പിക്കണം. ഹൂതികളുടെ ഭാഗത്തു നിന്ന് ഒരുവിധ ആക്രമണവും ഇസ്രായേലിന് നേർക്ക് ഇനിയുണ്ടാകരുത്. ലോകരാജ്യങ്ങളിൽ ആർക്കെങ്കിലും ഇക്കാര്യങ്ങൾ തങ്ങൾക്ക് വാഗ്ദാനം ചെയ്യാൻ കഴിയുമെങ്കിൽ തങ്ങൾ വെടിനിർത്തലിന് തയ്യാറാണ് എന്ന് ഇസ്രായേൽ. അല്ലെങ്കിൽ ഹൂതികളെയും ഹിസ്ബുള്ളയെയും ഹമാസിനെയും ഒക്കെ പൂർണ്ണമായി നശിപ്പിച്ചതിന് ശേഷം മാത്രമേ ഞങ്ങൾ ആയുധം താഴെവെക്കൂ. ഹമാസിന്റെ ഉന്നത കമാൻഡർ ഫത്തേ ഷെരീഫ് അബുവിനെ വധിച്ചുകൊണ്ടാണ് ഇക്കഴിഞ്ഞ ദിവസം ഇസ്രായേൽ അതിശക്തമായ സ്ഫോടനങ്ങൾ ലെബനനിൽ നടത്തിയത്. ഹമാസിന്റെ നടുവൊടിക്കുന്ന ആക്രമണം. ഗാസ മുനമ്പിലോ വെസ്റ്റ് ബാങ്കിലോ ഒരു സുരക്ഷിതയിടം ഇല്ലാത്തതുകൊണ്ടാണ് ഹമാസിന്റെ തലവൻ അങ്ങ് തെക്കൻ ലെബനനിലെ സുരക്ഷിതയിടത്തിൽ കഴിഞ്ഞത്. പലസ്തീൻ ലിബറേഷൻ പോപ്പുലർ ഫ്രണ്ടിന്റെ 3 ഉന്നത നേതാക്കളാണ് ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടത്. ഇതോടെ നേതാക്കളില്ലാത്ത സ്ഥിതിയായി പലസ്തീൻ ലിബറേഷൻ പോപ്പുലർ ഫ്രണ്ടിന്. തെക്കൻ ലെബനനിൽ നിന്നും ബെയ്റൂത്തിൽ നിന്നുമൊക്കെ പ്രാണരക്ഷാർത്ഥം ഓടിയ ഹിസ്ബുള്ള നേതാക്കളും മറ്റ് തീവ്രവാദികളും ഒടുവിൽ ഒളിച്ചത് വെക്ക താഴ്വരയിൽ. എന്നാൽ കൃത്യമായ രഹസ്യ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലായിരുന്നു ഇസ്രായേൽ ആക്രമണങ്ങൾ തുടർന്നത്. അവർ വെക്ക താഴ്വരയിലേക്ക് കടന്നപ്പോൾ അവിടെയെത്തി അവരെ കൂട്ടക്കുരുതി നടത്തുകയാണിപ്പോൾ ഇസ്രായേൽ. ഇതിനിടയിൽ യഹ്യ സിൻവറെ വധിക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും ഇസ്രായേൽ ഒരുക്കിയിരുന്നു. എന്നാൽ സിൻവറിന് ചുറ്റുമുള്ളത് ഇസ്രായേലിന്റെ ബന്ദികളാണ്. ഏതെങ്കിലും തരത്തിൽ ഒരു ഓപ്പറേഷൻ നടത്തിയാൽ ബന്ദികൾ കൂടി കൊല്ലപ്പെടും എന്നുള്ളതുകൊണ്ടാണ് തൽക്കാലത്തേക്കായി യഹ്യ സിൻവറുടെ ജീവൻ വെറുതെ വിട്ടത്. യഹ്യ സിൻവറുടെ ചുറ്റും ഇസ്രായേൽ സേന ഇപ്പോൾ കണ്ണു നട്ടിരിക്കുന്നു എന്ന വാർത്തകളാണ് പുറത്തുവരുന്നത്. ബെയ്റൂത്തിൽ നിന്നിപ്പോഴും നിലയ്ക്കാത്ത സ്ഫോടന ശബ്ദങ്ങൾ. ഹിസ്ബുള്ള നേതാവ് ഹസൻ നസറുള്ള ഉണ്ടായിരുന്ന സ്ഥലം ഇസ്രായേലിന് ചോർത്തിക്കൊടുത്തത് ഒരു ഇറാനിയൻ ചാരനാണ് എന്ന് ഫ്രഞ്ച് പത്രം റിപ്പോർട്ട് ചെയ്യുന്നു. ലെബനൻ തലസ്ഥാനമായ ബെയ്റൂട്ടിൽ ഹിസ്ബുള്ളയുടെ ഭൂഗർഭ ആസ്ഥാനത്ത് നസറുള്ള ഉണ്ടാകുന്ന കൃത്യസമയമാണ് ഇസ്രായേലിന് ലഭിച്ചത്. ഹിസ്ബുള്ളയുടെ ഉന്നത നേതാക്കളുമായി നസ്രല്ല കൂടിക്കാഴ്ച നടത്തുമ്പോഴായിരുന്നു ആക്രമണം. അതും ഇസ്രായേലിനെ ആക്രമിക്കാനുള്ള പുതുപദ്ധതി തയ്യാറാക്കുന്ന വേളയിൽ. മിനിറ്റുകൾക്കുള്ളിൽ 80 ബങ്കർ ബസ്റ്റർ ബോംബുകളാണ് ഇസ്രായേൽ പ്രയോഗിച്ചത്. 6 പാർപ്പിട സമുച്ചയങ്ങളും ആക്രമണത്തിൽ തകർന്നു വീണു. 6 മീറ്റർ വരെ കോൺക്രീറ്റ് ഭേദിക്കാനും ഭൂമിയിൽ 30 മീറ്റർ വരെ താഴ്ന്നിറങ്ങി ഉഗ്രസ്ഫോടനം നടത്താനും ശേഷിയുള്ള ബങ്കർ ബസ്റ്റർ ബോംബുകൾ. ആ സമയം ഹസൻ നസറുള്ള ഉണ്ടായിരുന്നത് ഭൂമിക്കടിയിൽ 60 അടി താഴ്ചയുള്ള ആസ്ഥാനത്താണ്. ഹസൻ നസറുള്ളയുടെ മൃതദേഹത്തിൽ പരിക്കുകളോ പോറലുകളോ ഇല്ല എന്ന് ഹിസ്ബുള്ള അവകാശപ്പെടുന്നു. എന്നാൽ നസറുള്ളയ്ക്കൊപ്പമുണ്ടായിരുന്ന ഉന്നത കമാൻഡർമാരെല്ലാം കൊല്ലപ്പെട്ടു. ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡിന്റെ ഉന്നത കമാൻഡറും കൊല്ലപ്പെട്ടവരിൽപ്പെടുന്നു. ഇതാണ് ഇറാനെ കൂടുതൽ ആശങ്കയിലാഴ്ത്തിയത്. ഹിസ്ബുള്ളയുടെ മുതിർന്ന നേതാവ് ഇമാദ് മഗ്നിയെ US ചാരസംഘടന CIA സഹായത്തോടെ 2008 സിറിയയിൽ വെച്ച് മൊസാദ് വധിച്ചിരുന്നു. ഹിസ്ബുള്ളയുടെ ഉന്നത നേതാവിന്റെ ഈ വധം അന്ന് ഹിസ്ബുള്ളയെ ഏറെ പരിഭ്രമത്തിലാഴ്ത്തി. പിന്നീട് 2020 ഇറാൻ ഖുദ്സ് സേനയുടെ മേധാവിയായിരുന്ന ഖ്വാസിം സുലൈമാനിയായിരുന്നു വധിക്കപ്പെട്ടത്. അന്ന് ഖ്വാസിം സുലൈമാനി സിറിയയിൽ നിന്ന് ബെയ്റൂട്ടിലേക്ക് നസ്രല്ലയുമായുള്ള കൂടിക്കാഴ്ചയ്ക്കായി പോകുന്ന വിവരം ഇസ്രായേലിന് കൃത്യമായി പകർന്നു നൽകിയത് US ആണ് എന്ന വാർത്തകൾ പുറത്തു വന്നിരുന്നു. തുടർന്ന് ബാഗ്ദാദ് വിമാനത്താവളത്തിൽ വെച്ച് ഡ്രോൺ ആക്രമണത്തിലൂടെ സുലൈമാനിയെ വധിച്ചു. പലപ്പോഴും യുദ്ധത്തിലേക്ക് നീങ്ങും എന്ന ഭയം തന്നെയാണ് ഇസ്രായേലിനെ നസ്രല്ലയെ വധിക്കുന്നതിൽ നിന്ന് പിൻവലിപ്പിച്ചത്. ഇറാനും ശത്രുക്കളുമായി ഒരു പൂർണ്ണ യുദ്ധം അത് വിളിച്ചു വരുത്തേണ്ടതില്ല എന്ന നിഗമനമായിരുന്നു പലപ്പോഴും ഇസ്രായേലിന്. എന്നാൽ അന്തിമയുദ്ധത്തിനുള്ള സമയമായി എന്ന് ഇസ്രായേൽ ഇപ്പോൾ വിശ്വസിക്കുന്നു. അതുകൊണ്ടാണ് തെക്കൻ ലെബനനിൽ അസാധാരണമായ യുദ്ധവും ആക്രമണങ്ങളും ഇപ്പോൾ ഇസ്രായേൽ നടത്തുന്നത്. മറുവശത്ത് യമനിലെ ഹൂതികൾക്ക് നേരെ സമാനതകളില്ലാത്ത ആക്രമണം.
ഇസ്രായേലിൽ നിന്ന് പറന്നുയർന്നത് ഡസൻ കണക്കിന് പോർവിമാനങ്ങളാണ്. അതും 1800 കിലോമീറ്റർ അകലെയുള്ള ശത്രുവിനെ തേടി. ഹൂതികളുടെ തുറമുഖവും മിസൈൽ ശേഖരവുമൊക്കെ ഇതിനകം തന്നെ ഇസ്രായേൽ ബോംബിട്ട് തകർത്തു. ഹിസ്ബുള്ളയുടെ ഉന്നത നേതാക്കളിൽ ഒരാളായ കമാൻഡർ നബീൽ കൗക്കിനെ വ്യോമാക്രമണത്തിൽ വധിച്ചുവെന്ന് ഇസ്രായേൽ സേന പറഞ്ഞിരുന്നു. വെള്ളിയാഴ്ച ഹിസ്ബുള്ള മേധാവി ഹസൻ നസ്രള്ള വധിക്കപ്പെട്ടതിന് പിന്നാലെ കൗക്കും കൊല്ലപ്പെട്ടു. ശനിയാഴ്ച നടത്തിയ ആക്രമണങ്ങളിലാണ് കൗക്ക് കൊല്ലപ്പെട്ടത്. ഇസ്രായേൽ സൈന്യം ഔദ്യോഗികമായി ഇത് സ്ഥിരീകരിച്ചു. പിന്നീട് ഹിസ്ബുള്ളയുടെ മധ്യതലത്തിലെ ഡെപ്യൂട്ടി മേധാവിയായിരുന്നു നബീൽ കൗക്ക്. 1980-കൾ മുതൽ സംഘടനയിൽ പ്രവർത്തിക്കുന്ന കൗക്ക് 2006-ൽ ഇസ്രയേലുമായി നടന്ന യുദ്ധത്തിൽ നിർണായക പങ്ക് വഹിച്ചിരുന്നു. അന്നേ ഇസ്രായേൽ കൗക്കിനെ നോട്ടമിട്ടിരുന്നു. ഹിസ്ബുള്ള മേധാവി ഹസൻ നസ്രുള്ള വധിക്കപ്പെട്ടതിനു ശേഷം ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞത് ചരിത്രപരമായ വഴിത്തിരിവെന്നാണ്. അത് വ്യക്തമാക്കുന്നതാണ് അതിനുശേഷം ഇസ്രായേൽ നടത്തുന്ന ഓരോ ആക്രമണങ്ങളും. ഹമാസിന്റെയും ഹിസ്ബുള്ളയുടെയും ഒക്കെ നേതാക്കളുടെ പ്രവർത്തനങ്ങളും നീക്കങ്ങളുമൊക്കെ തുടർച്ചയായി അവലോകനം ചെയ്ത് അവരെ തേടിപ്പിടിച്ച് കൊല്ലപ്പെടുത്തുന്ന ശൈലിയാണ് ഇപ്പോൾ ഇസ്രായേൽ നടപ്പിലാക്കുന്നത്. ഇത്തരത്തിൽ വധിക്കുന്ന നേതാക്കളുടെ ചിത്രങ്ങളടക്കം ഇസ്രായേൽ പ്രസിദ്ധപ്പെടുത്തുകയും ചെയ്യുന്നു. നേതാക്കളുടെ പേര് വിവരങ്ങളടക്കമാണ് ഇസ്രായേൽ പിന്നീട് പ്രസിദ്ധപ്പെടുത്തുന്നത്. രാജ്യാന്തര മാധ്യമങ്ങൾ കൃത്യമായ റിപ്പോർട്ടുകളാണ് ഇത് സംബന്ധിച്ച് നൽകുന്നത്. ഹിസ്ബുള്ളയുടെ ജിഹാദ് കൗൺസിൽ തന്നെയായിരുന്നു ഇസ്രായേലിൻ്റെ ലക്ഷ്യം. ഇസ്രായേലിനെ ഇല്ലായ്മ ചെയ്യാൻ യുദ്ധസന്നാഹങ്ങൾ ഒരുക്കുന്ന ജിഹാദ് കൗൺസിലിലെ നേതാക്കളെ ഒന്നൊന്നായി വധിക്കുകയായിരുന്നു ഇസ്രായേൽ തയ്യാറാക്കിയ പദ്ധതി. അതിലവർ പൂർണ്ണ വിജയം കണ്ടു. ഇസ്രായേലിനെതിരായ ആക്രമണ പദ്ധതികൾക്ക് നേതൃത്വം നൽകുന്നത് ജിഹാദ് കൗൺസിലാണ്. ഈ കൗൺസിലിന്റെ തലവന്മാർ വലിയ ക്രൂരതയ്ക്ക് യാതൊരു മടിയുമില്ലാത്തവർ. എന്നാൽ നയപരമായ തീരുമാനമെടുക്കുന്ന ശൂറ കൗൺസിലിലെ നേതാക്കളെ ഇസ്രായേൽ ഇതുവരെ കൊന്നൊടുക്കിയില്ല. ജിഹാദ് കൗൺസിലിനെ നയിച്ചിരുന്ന തലവന്മാരൊക്കെ കൊല്ലപ്പെട്ടു. ഇനി ശൂറ കൗൺസിലിലെ നേതാക്കൾ മാത്രമാണ് അവശേഷിക്കുന്നത്. നസ്രള്ളയുടെ സ്ഥാനത്തേക്ക് ശൂറ കൗൺസിലിലെ ഹാഷിം സഫേദീൻ വരാനാണ് കൂടുതൽ സാധ്യതയെന്ന് ഹിസ്ബുള്ള കേന്ദ്രങ്ങൾ പറയുന്നു. ഹിസ്ബുള്ള എക്സിക്യൂട്ടീവ് കമ്മിറ്റി മേധാവിയാണ് സഫേദീൻ. ഹിസ്ബുള്ളയുടെ രാഷ്ട്രീയ സാമ്പത്തിക കാര്യങ്ങളിൽ നിർണായക പങ്ക് വഹിക്കുന്നയാൾ. എന്നാൽ ജിഹാദ് കൗൺസിലിനെ പൂർണ്ണമായി കൊന്നെറിഞ്ഞു ഇസ്രായേൽ. ആദ്യം സദേൺ ഫ്രണ്ട് കമാൻഡർ അലി കർക്കി കൊല്ലപ്പെട്ടത് സെപ്റ്റംബർ 27-ന്. മുതിർന്ന നേതാവ് ഇബ്രാഹിം അക്വീലിനെ സെപ്റ്റംബർ 20-ന് കൊലപ്പെടുത്തി. കമാൻഡർ ഫൗദ് ഷുക്കൂറിനെ ജൂലൈ 30-ന്. റോക്കറ്റ് വിഭാഗത്തിന്റെ തലവൻ ഇബ്രാഹിം മുഹമ്മദ് കുബൈസിയെ സെപ്റ്റംബർ 24-ന് ഇസ്രായേൽ തീർത്തു. കമാൻഡർ വാസിം അൽ തവീലും സായുധ സേനയുടെ പരിശീലകൻ അബൂ ഹസൻ സമീറും ഇസ്രായേൽ ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടു. ഏരിയൽ കമാൻഡർ മുഹമ്മദ് ഹുസൈനെയും ഇസ്രായേൽ വധിച്ചു. തങ്ങൾക്കെതിരെ ആക്രമണ പദ്ധതി ഒരുക്കിയ എല്ലാ തലവന്മാരെയും കൊന്നൊടുക്കിയാണ് ഇപ്പോൾ ഇസ്രായേലിന്റെ മുന്നേറ്റം. തെക്കൻ ബെയ്റൂട്ടിലെ തിരക്കേറിയ തെരുവിൽ നിന്ന് 60 അടി താഴെയുള്ള ബങ്കറിലായിരുന്നു ഹസൻ നസ്രുള്ള ഉണ്ടായിരുന്നത് എന്ന് ഹിസ്ബുള്ള തന്നെ ഇപ്പോൾ പറയുന്നു. ഇസ്രായേൽ ആക്രമണത്തിനുപയോഗിച്ച ബങ്കർ ബസ്റ്റർ ബോംബുകൾ സാധാരണഗതിയിൽ ഭൂമിയിൽ നിന്ന് 30 അടിയോളം തുരങ്കമുണ്ടാക്കി പൊട്ടിത്തെറിക്കാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ കൂട്ടമായി ഇത്തരം ബങ്കർ ബസ്റ്റർ ബോംബുകൾ ഉപയോഗിച്ചാണ് ഇപ്പോൾ ഹസൻ നസ്രുള്ളയെ വധിച്ചത്. 80 മുതൽ 100 ബോംബുകൾ വരെ ഒരേ സമയം വർഷിച്ചുവെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. ഈ സമയം ഇറാനിയൻ എലൈറ്റ് ഫോഴ്സിന്റെ ഓപ്പറേഷൻസ് ഡെപ്യൂട്ടി കമാൻഡറും ഹസൻ നസ്രുള്ളയ്ക്കൊപ്പമുണ്ടായിരുന്നു. ഇത് ഇറാനെ തികച്ചും പരിഭ്രാന്തിയിലാഴ്ത്തി. എന്നിട്ടും തിരിച്ചു പ്രതികരിക്കാനോ പ്രത്യാക്രമണം നടത്താനോ ഇറാന് ശേഷിയില്ല. വർഷങ്ങളായി ഒളിവിൽ കഴിയുകയായിരുന്നു നസ്രുള്ള, തന്റെ ജീവിതം മുഴുവൻ ബങ്കറിനുള്ളിൽ. എന്നിട്ടും അതേ ബങ്കറിലിട്ട് ഇസ്രായേൽ നസ്രുള്ളയെ അങ്ങ് തീർത്തു. 8 സഹോദരങ്ങളുണ്ട് നസ്രുള്ളയ്ക്ക്. ചെറുപ്പം മുതലേ മതപഠനം നടത്തിയ അദ്ദേഹം ഒടുവിൽ ഷിയ രാഷ്ട്രീയ അർദ്ധസൈനിക വിഭാഗമായ അമേൽ മൂവ്മെന്റിൽ ചേർന്നു. 1982-ൽ ലെബനിലെ ഇസ്രായേൽ അധിനിവേശത്തെ തുടർന്ന് നിരവധി നാശനഷ്ടങ്ങളുണ്ടായി. അന്നു മുതൽ ഹിസ്ബുള്ളയുടെ എല്ലാം നസ്രുള്ള എവിടെയുണ്ട് എന്നത് സംബന്ധിച്ച് മാസങ്ങൾക്ക് മുൻപേ ഇസ്രായേൽ ഇന്റലിജൻസിന് വിവരങ്ങൾ ലഭിച്ചിരുന്നു എന്ന വാർത്തകൾ പുറത്തുവരുന്നു. ആക്രമണം നിർത്താൻ കനത്ത സമ്മർദ്ദമാണിപ്പോൾ ഇസ്രായേലിന് നേർക്ക് ലോകരാജ്യങ്ങളിൽ നിന്ന്. അഭയാർത്ഥി പ്രവാഹം 10 ലക്ഷം കടന്നുവെന്ന് ലെബനൻ. എന്നാൽ ആക്രമണം ഇനിയും തുടരുമെന്ന് നെതന്യാഹു പറയുന്നു. ലെബനൻ സായുധ സംഘടനയായ ഹിസ്ബുള്ളയുടെ തലവൻ ഹസൻ നസ്രുള്ളയെ വധിച്ച് ഇപ്പോൾ ഇസ്രായേൽ വിശ്രമിക്കാൻ ഒരുങ്ങുന്നില്ല. ലെബനനിൽ ഉടനീളം ഇപ്പോൾ തീതുപ്പുകയാണ് ഇസ്രായേൽ സേന. പോർവിമാനങ്ങൾ തലങ്ങും വിലങ്ങും പായുന്നു. ഞായറാഴ്ച ലെബനനിൽ നടന്ന ആക്രമണങ്ങളിൽ 56 പേർ കൊല്ലപ്പെട്ടുവെന്ന് ലെബനൻ. 2 ആഴ്ചക്കിടയിലുണ്ടായ ആക്രമണങ്ങളിൽ ഇതുവരെ ലെബനനിൽ മരിക്കുന്നത് 1030 ആളുകൾ.
ബെയ്റൂത്തിലെ ദഹിയ ജില്ലയിൽ ശനിയാഴ്ച നടത്തിയ ആക്രമണത്തിലൂടെയാണ് ഹിസ്ബുള്ളയുടെ രഹസ്യാന്വേഷണ വിഭാഗം കമാൻഡറായ ഖലീൽ യാസിനെയും മുതിർന്ന കമാൻഡർ എക്സിക്യൂട്ടീവ് കൗൺസിൽ അംഗവുമായ നഖീൽ കൗഖിനെയും ഇസ്രയേൽ വധിച്ചത്. ലെബനനിൽ ഇപ്പോൾ 10 ലക്ഷം പേർ അഭയാർത്ഥികളായി എന്ന വാർത്ത പുറത്തുവരുന്നു. എന്നിട്ടും തങ്ങളുടെ ആക്രമണമുന ഒട്ടും തിരിച്ചുവെക്കാതെ ഇസ്രയേൽ ഇപ്പോഴും ലെബനൻ മണ്ണിൽ തീ തുപ്പുകയാണ്. മറുവശത്ത് ഹൂതികൾക്ക് നേരെ സമാനതകളില്ലാത്ത ആക്രമണവും. വിജയം കാണുന്നതുവരെ തങ്ങൾ യുദ്ധം തുടരുമെന്ന പ്രഖ്യാപനമാണ് ഇപ്പോഴും ഇസ്രയേൽ നടത്തുന്നത്. ശത്രുക്കൾ ചിതറിയോടി നിലവിളിക്കുന്ന കാഴ്ച. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.